ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഡോക്ടർ സംസാരിക്കുന്നത് എന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏകദേശം 40% അടുത്ത് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകുന്നു. മരുന്ന് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കും, എന്നാൽ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ പനി വരും. ഇത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ, അതായത് സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, ജോലിക്ക് പോകാനായിട്ട് പറ്റത്തില്ല, കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റത്തില്ല, ക്ലാസ്സുകൾ മിസ്സാവുന്നു. ഇത്തരത്തിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് ഈ പനി വരും. ഈ പനി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ച് ചെറുതായിട്ടൊന്ന് കുറഞ്ഞാലും ഒരു മാസത്തിലധികം സമയത്തേക്ക് ഇവർക്ക് വിട്ടുമാറാതുള്ള ക്ഷീണം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത് ഇതെന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്നത്. പക്ഷേ ചില തരത്തിലുള്ള രോഗങ്ങളാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമ്മൾ അറിയില്ല. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇതിനെ ഫ്രീക്വൻറ്റ് ഫീവർ എന്നോ പീരിയോഡിക് ഫീവർ എന്നോ നമ്മൾ പറയും. അതുപോലെ തന്നെ SAID, അതായത് സിസ്റ്റമിക് ആട്ടോ ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസുകൾ നമ്മുടെ ശരീരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിട്ടുമാറാതെ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പനി വരുന്നത്. പലപ്പോഴും ഡോളോ വാങ്ങി കഴിക്കുന്നതോ പാരസെറ്റാമോൾ തിന്നുന്നതോ അല്ല ഇതിനുള്ള ചികിത്സ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്തുകൊണ്ടാണ് മുതിർന്നവരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. പൊതുവെ ഇവർക്കുണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ, അതായത് ബാക്ടീരിയലോ വൈറലോ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം. അതിൽ തന്നെ ട്യൂബർക്കുലോസിസ്, ആസ്മ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ചെസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വരാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്കുണ്ടാകുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് വരാം. കിഡ്നി സ്റ്റോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു, അതായത് മൂത്രത്തിൽ കല്ല്, അതുപോലെ തന്നെ ബ്ലാഡറിൽ ഉണ്ടാകുന്ന സ്റ്റോൺസ്, മൂത്രാശയ സഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ല്, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഈ അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, പലപ്പോഴും ഫുഡ് പോയിസൺ നമുക്ക് ഇതിന് ഒരു പരിധി വരെ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും റുമാറ്റിക് ഫീവറും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ജോയിൻ്റ് ഇൻഫ്ലമേഷൻസ്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ള ചെറു ജോയിൻറ്റുകളിലും വലിയ ജോയിൻറ്റുകളിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, അതായത് ഒന്നുകിലും മുട്ടിടിച്ച് വീഴുകയോ അല്ലെങ്കിൽ തേയ്മാനം വന്നതിന് ശേഷം സൈനോവിയൽ ജോയിൻറ്റിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണമോ നമുക്ക് വിട്ടുമാറാതെയുള്ള പനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമ്മുടെ മൂക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളും തൊണ്ട റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ടോൺസിലൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ് മുതലായിട്ടുള്ള രോഗങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പനി വരാനുള്ള സാധ്യതയുണ്ട്. മുതിർന്നവരിൽ ഈ കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് കുറയുന്നു. മണ്ണിലൊക്കെ കളിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം, ഇംപ്യൂർ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അകത്ത് കൈ മുക്കിയതിന് ശേഷം വായിലേക്ക് വെക്കുന്നത് കൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി കുറയുന്ന കണ്ടീഷൻസിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ജലദോഷം, തുമ്മൽ, മൂക്കടപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്ന IgE ശരീരത്തിൻ്റെ അകത്ത്, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൂടി നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ ഈസ്നോഫിലിൻ്റെ അളവ് കൂടിയിട്ടുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നീട് പലപ്പോഴും വൈകിയുള്ള കുളിയും അതുപോലെ തന്നെ അമിതമായിട്ട് എണ്ണ തലയിൽ തേച്ച് കൊടുക്കുന്നതും ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ത് പരിശോധനയാണ് ചെയ്യേണ്ടത്? അതായത് CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന CBC ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. ESR, CRP മുതലായിട്ടുള്ള പരിശോധനകൾ, ഇൻഫ്ലമേഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും, ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാം. ഡെങ്കിപ്പനിയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ ഫീവർ ആയിട്ടുള്ള ചിക്കൻ പോക്സ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ അതുപോലെ തന്നെ മീസിൽസ്, ഹെർപ്പിസ് പോലെ ശരീരത്തിൽ കുരുക്കൾ വരുന്നുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പറയുന്ന രീതിയിൽ വേണ്ട പരിശോധനകൾ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത്തരത്തിൽ വിട്ടുമാറാതെയുള്ള പനി വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതായത് ഒരു 3 മുതൽ 5 ദിവസം വരെ തല കുളിക്കുന്നത് ഈ പനിയുള്ള സമയത്ത് നല്ലതല്ല. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള തണുപ്പ് നമ്മൾ ഒഴിവാക്കണം. കരിക്കിൻ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക, ദിവസത്തിൽ 3 കരിക്കെങ്കിലും നമ്മൾ കുടിക്കുക. കരിക്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നമില്ലെങ്കിൽ
1 ടീസ്പൂൺ ഗ്ലൂക്കോസ് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മലര് മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പൂജയ്ക്കെടുക്കുന്ന മലര് വാങ്ങിയതിന് ശേഷം മലർക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ സമയത്ത് കുടിക്കുന്നതും പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് നമ്മൾ കുടിക്കുന്നതും കഞ്ഞിവെള്ളം കുടിക്കുന്നതും ഈ സമയത്ത് നല്ലതാണ്. പിന്നീട് നമ്മൾ ഫാറ്റ് കണ്ടന്റ്, കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങളും എന്നാൽ പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്ന പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുന്നത്. കഞ്ഞിയും പയറും നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കത്തില്ല. അപ്പോൾ ആ ഒരു കോമ്പിനേഷനും കഴിക്കുന്നതും ദിവസവും 1 മുട്ട നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കണ്ടന്റും ആരോഗ്യവും പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നതിന് ഇതൊരു കാരണമായിട്ട് മാറും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ കട്ടിയുള്ള ആഹാരം ഈ സമയത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. കാരണം വയറിന് കൂടുതലായിട്ട് സ്ട്രെയിൻ കിട്ടുന്ന രീതിയിലല്ലേ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം, അല്ലാതെ പനി വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഒരു രോഗം നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയാണ് ചെയ്യാനുള്ളത്. വെറുതെ ഡോളോയോ പാരസെറ്റാമോളോ എടുത്ത് കഴിക്കുന്നതല്ല ഇതിനുള്ള ഫലപ്രദമായിട്ടുള്ള മാർഗം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.